ഇവിടെ 2024-ലും 2015-ലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ നമ്പർ 5 × 11 × 17 + 3 × 11 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നമുക്കറിയാം കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ്, അതായത് 2-ൽ കൂടുതൽ ഫാക്ടർ കാണുന്നതിനെയാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നേക്കണ നമ്പർ എന്താണ്? 2-ൽ കൂടുതൽ ഫാക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 5 × 11 × 17 + 3 × 11, ഇതിനകത്ത് രണ്ടിനകത്തും ആരാണ് കോമൺ എന്ന് നോക്കിയ മക്കളെ? ഈ 11 ഈ ഒരു ടൈമിനകത്തും ഉണ്ട്, ഇതിനകത്തും ഉണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ കോമൺ 11 നമ്പറിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 11 പുറത്തേക്ക് എടുത്തു, ബാലൻസ് ഇവിടെ 5 വരും, ഇൻറ്റു ഇവിടെ വരുമ്പോൾ 17 വരും, ദെൻ പ്ലസ് ഈ 3 അങ്ങനെ തന്നെ വരും. ഏതൊരു നമ്പറിനെയും കോമൺ നമ്പറിനെ പുറത്തേക്ക് എടുക്കാം നമുക്ക് അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, AB + ABC ആണെങ്കിൽ ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ഉള്ളത് AB-യെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ AB പുറത്തെടുത്തു, ഔട്ട് സൈഡ് ബ്രാക്കറ്റിന് എടുത്തു, അപ്പൊ ഇവിടെ 1 വരും, പ്ലസ് ഇവിടെ C വരും. ഇതൊരു ബേസിക് റൂൾ ആണ്, അത് നമ്മൾ ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ 11 പുറത്തേക്ക് എടുത്തു, നമുക്ക് നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 11 × 5 × 70 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 85 വരും. 8 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, 85 വരും, പ്ലസ് 3 വരും. അപ്പൊ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 11 × 88 എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ അതർ ദാൻ 1. 1-നെ കൂടാതെ നമുക്ക് ഇവിടെ 2 ഫാക്ടറോടെ ഉണ്ട് അല്ലേ? therefore it is a composite number അല്ലേ? therefore it is a composite number. കോമ്പോസിറ്റ് നമ്പർ. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം, എന്താണ്? the product of two factors other than 1. 1-നെ കൂടാതെ നമുക്ക് വേറെയും 2 ഫാക്ടർ ഉള്ളത് കൊണ്ട്, അതായത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മോഡൽ നമുക്ക് നോക്കാം. 3 × 7 × 2 + 7 × 11 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നമുക്കറിയാം ഇതിനെങ്ങനെ എഴുതാം? ഈ നമ്പർ തന്നു കഴിഞ്ഞാൽ ആദ്യമേ ഫസ്റ്റ് വൺ ഇതൊന്ന് എടുത്തെഴുതുക. 3 × 7 × 2 + 7 × 11. ഇതിനകത്ത് രണ്ടിനകത്ത് ഏതാ മക്കളെ കോമൺ വരുന്നത്? 7 ആണ്. ആ 7 അങ്ങ് പുറത്തേക്ക് എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 + 11 വരും. ഈ 3 × 2 ബ്രാക്കറ്റ് ഇടണം, അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്തിട്ട് 11 കൂട്ടാമുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പൊ 7 × 3 × 2 6 വരും, 6 + 11 വരും. അപ്പൊ 7 × 6 + 11 17 വരും, ദാറ്റ് ഈസ് 7 × 17 വരും. 7 × 17 എന്ന് പറഞ്ഞാൽ 190 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 190. അത് ഗുണിച്ചെഴുതണമെന്ന് ആവശ്യമില്ല. അപ്പൊ 7 × 70 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടർ ആയില്ലേ? അപ്പൊ മോർ ദാൻ 2 ഫാക്ടർ വന്നാൽ അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. കോമ്പോസിറ്റ് നമ്പർ. അതിന് കാരണം എന്താ? പ്രോഡക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് അതർ ദാൻ 1. 1-നെ കൂടാതെ നമുക്ക് 2 ഫാക്ടർ കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? ഈ നമ്പർ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ്. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.